വരുന്നത് കരഞ്ഞുകൊണ്ട് വരുന്നു. ഞാൻ പലപ്പോഴും ചിന്തിക്കും, എന്തിനാ കരയുന്നത്? ഞാൻ ചിന്തിച്ചത്, അയ്യോ നല്ലൊരു വീട് വിട്ടു, സുരക്ഷിതമായ ആ വീട് ഞാൻ വിട്ടല്ലോ, ഇനി ഇവിടെ കഷ്ടതയാണല്ലോ എന്നായിരിക്കാം ആ കുഞ്ഞിന് അറിയില്ലെങ്കിലും അത് കരയുന്നത്. അങ്ങനെ രണ്ടാമത്തെ ഒരു ഭവനം മണ്ണുകൊണ്ട് നിർമ്മിക്കപ്പെട്ട, കോൺക്രീറ്റോ മറ്റു കാര്യങ്ങൾ കൊണ്ടോ ഒക്കെ നിർമ്മിച്ച ഭവനത്തിലേക്ക് അവൻ താമസം മാറ്റും. അവന്റെ ഇവിടെയുള്ള ജനനം മുതൽ വിശുദ്ധ വേദപുസ്തക പ്രകാരം 70, ഏറെയാൽ 80 അല്ലെങ്കിൽ 90, 30, 50 ദൈവം കൊടുത്ത ആയുസ് അവൻ മൺപുരകളിൽ താമസിക്കുന്നു. മൺപുരകളിൽ താമസിച്ച് ജീവിതം കഴിക്കുന്നു. ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, മധ്യവയസ്സം, വാർദ്ധക്യം, ഇതൊക്കെയും ഈ മൺപുരകളിൽ കഴിച്ച് കാലം കഴിക്കും. ഈ മൺപുരകളിലെ താമസവും താൽക്കാലികമാണ്. ഇന്ന് മനുഷ്യൻ വലിയ വൻമാളികകളൊക്കെ പണിത് താമസിക്കുന്നു. പക്ഷെങ്കിൽ നല്ലതാണെങ്കിൽ പോലും ഇതെല്ലാം താൽക്കാലികമാണെന്നാണ് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അമ്മയുടെ ഉദരമാകുന്ന ഭവനം താൽക്കാലികമായിരുന്നുവെങ്കിൽ ഇവിടെ ലഭിക്കുന്ന 70, 80 വർഷത്തെ ലഭിക്കുന്ന ഭവനവും താൽക്കാലികമാണ്. ഒരിക്കൽ ഇത് വിടേണ്ടി വരും. വാത്സല്യ മനുവൽ പാസ്റ്റർ ഈ രണ്ടാം ഘട്ടത്തിൽ താൻ ജീവിച്ച ഭവനം ഇന്ന് വിട്ടിരിക്കുകയാണ്. ചില മണിക്കൂറുകൾക്ക് മുമ്പേ തൻ്റെ ഇഹലോകത്തിലെ ഭവനം താൻ വിട്ടിരിക്കുന്നു. പലർക്കും ഇഹലോക ജീവിതത്തിലെ ഭവനം വിട്ടാൽ പിന്നെ പ്രതീക്ഷയില്ല. അതുകൊണ്ടാണ് വിശുദ്ധ വേദപുസ്തകം ഇങ്ങനെ പറയുന്നത്, ഈ ലോകത്തിൽ തന്നെ പ്രത്യാശ വെച്ചാൽ നിങ്ങൾ സകല മനുഷ്യരിലും അരിഷ്ടരത്രേ. ഇന്ന് ഇന്ത്യയിലോ ലോകത്തിലൊക്കെ വൻകിട മാളികകളുണ്ട്, ഹെലികോപ്റ്ററുകൾ ഇറങ്ങി വരുന്ന വലിയ വലിയ കെട്ടിടങ്ങളുണ്ട്, ശ്രേഷ്ഠമേറിയ ചതുരശ്ര അടികളിൽ പണിതിരിക്കുന്നതുണ്ട്. പക്ഷെ ഇതൊക്കെ താൽക്കാലികമാണെന്ന് മനുഷ്യൻ തിരിച്ചറിയണം. എത്ര ഉന്നതങ്ങളിൽ സാധു കൊച്ചുമുദ്ദേശം ഇങ്ങനെ പാടി, വൻമാളികകളിൽ താമസിക്കുന്നവനും കുടിലിൽ കിടക്കുന്നവനും ഒരു നാൾ ലോകം വിടേണം. അങ്ങനെയാണെങ്കിൽ ഇഹലോക ജീവിതത്തില് ഈ ഭവനം വിട്ടുപോകേണ്ടിയിരിക്കുന്നു. മനുവൽ പാസ്റ്ററെ സംബന്ധിച്ച് തനിക്ക് നല്ല ഉറപ്പുണ്ട്, ഒരിക്കൽ ഈ ഭവനം താൻ വിടും. എന്നാൽ എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള പ്രിയപ്പെട്ടവരെ, ശബ്ദപരിധിയിലുള്ളവരെ, നമ്മളിൽ എത്ര പേർക്ക് ആ ചിന്തയുണ്ട്, എനിക്ക് എൻ്റെ ഭവനം വിടേണ്ട ഒരു ദിവസം വരും, ഞാൻ എവിടെ താമസിക്കും? അമ്മയുടെ ഉദരം വിട്ട് കഴിഞ്ഞാൽ ഈ ലോകത്തിൽ ആരെങ്കിലും നമ്മളെ കൊണ്ടുപോകും, വളർത്തും, താമസിപ്പിക്കും. പക്ഷേ ഈ ഇവിടുത്തെ ഭവനം വിട്ട് മുന്നോട്ട് പോയാൽ നമ്മൾ എവിടെ പോകുമെന്ന് വളരെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം വിശുദ്ധ വേദപുസ്തകം അത്യന്തം ശക്തമായി പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇഹലോക ജീവിതം വിട്ട് മറ്റൊരു പരലോക ജീവിതമുണ്ട്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇഹലോക ജീവിതം വിട്ട് കഴിയുമ്പോൾ പോകേണ്ട ഭവനത്തെക്കുറിച്ച് നല്ലൊരു ഉറപ്പ് ഉണ്ടായിരിക്കണം. നമ്മൾ പോകേണ്ട ഇടത്തെക്കുറിച്ചൊരു വ്യക്തത ഇല്ലെങ്കിൽ, ഞാൻ ഇന്ന് രാവിലെ വൈക്കത്ത് യാത്ര ചെയ്ത് ഇങ്ങനെ നമ്മൾ കടന്നു വരിക, എനിക്കിവിടെ 1:30 ആകുമ്പോൾ ഞാൻ ഇവിടെ വരാമെന്നാണ് മാക്സിമം ഞാൻ പറഞ്ഞത്. എങ്കിലും അത്ര സ്പീഡിൽ ഞാൻ വിട്ടു, ട്രാഫിക്കൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ കൃത്യസമയത്ത് ഇവിടെ എത്തി. എൻ്റെ സമയത്ത് ഞാൻ എത്തി. ഞാൻ പറഞ്ഞു, എനിക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു, ഇവിടെ വരണം, മനുവൽ പാസ്റ്ററെ കാണണം, ശുശ്രൂഷകൾ ചെയ്യാൻ ഇടയാകണം. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു ലക്ഷ്യമുണ്ടായിരിക്കണം. ഇഹലോക ഭവനം വിട്ടാൽ ഞാനിനി ഒരു ഭവനത്തിൽ പോകും, ആ ഭവനത്തെക്കുറിച്ചൊരു ഉറപ്പുണ്ടായിരിക്കും. ഇത് ഉറപ്പുണ്ടാകണമെങ്കിൽ വിശുദ്ധ വേദപുസ്തകത്തിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ പരശുശ്രൂഷയുടെ കാലത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. പിന്നീടുള്ള ഒരു ഭവനത്തെക്കുറിച്ച് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വേഗത്തിൽ വിരാമം കുടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെക്കാട്ടിലും സ്പീഡിലാണ് എനിക്കും ചെയ്യേണ്ടത്. എങ്കിലും 1-2 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. കൃത്യസമയത്താണല്ലോ കാര്യങ്ങൾ പോകുന്നത്. ഈ മൂന്നാമത്തെ ഭവനത്തെക്കുറിച്ച് കർത്താവ് പറഞ്ഞത്, എൻ്റെ പിതാവിൻ്റെ ഭവനം. ഇന്നുവരെ അഖിലാണ്ടത്തിൽ ലോകത്തിൽ അണ്ടകടാഹങ്ങളെ സൃഷ്ടിച്ച സർവശക്തനായ കർത്താവല്ലാതെ ആരും പറഞ്ഞിട്ടില്ല, ഹല്ലേലൂയ, എൻ്റെ പിതാവിൻ്റെ ഭവനമെന്ന് പറഞ്ഞു. യോഹന്നാൻ 3:16 പറയുന്നു, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നവന് നശിച്ചു പോകാൻ നിത്യജീവൻ പ്രാപിക്കേണ്ട ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ച് സ്വർലോക മഹിമകളെ വെടിഞ്ഞ് ദൈവത്വം അല്പം മാറ്റിവെച്ച്, ഉപേക്ഷിച്ചല്ല, അല്പം മാറ്റിവെച്ച് മനുഷ്യരൂപമെടുത്ത് മനുഷ്യപുത്രനായി ഇഹലോകത്തിൽ വന്ന കർത്താവ് പറയുകയാണ്,
പിതാവായ ദൈവത്തെക്കുറിച്ച് പറഞ്ഞിട്ട് പറയുകയാണ്, എൻ്റെ പിതാവിൻ്റെ വാസസ്ഥലം ഭവനം. അപ്പൊ യഥാർത്ഥത്തിൽ ഇഹലോക ജീവിതം കഴിഞ്ഞ് മൂന്നാമതൊരു ഭവനമുണ്ടെന്ന് കർത്താവായ യേശുക്രിസ്തു വെളിപ്പെടുത്തിയിട്ടുണ്ട്. യേശുക്രിസ്തു വെളിപ്പെടുത്തിയെന്ന് പറയാൻ കാരണം, ഇന്നുവരെ മാനവ ചരിത്രത്തിൽ സംഭവിച്ച സകല കാര്യങ്ങളും യേശുക്രിസ്തു വെളിപ്പെടുത്തിയ സംഭവങ്ങളുടെ പൂർത്തീകരണമാണെന്നുള്ളത് ഇന്ന് ശാസ്ത്രം വ്യക്തമായി തെളിയിക്കുന്നു. ഞങ്ങൾ ഈ കയ്യിൽ പിടിച്ചിരിക്കുന്ന ഈ 66 പുസ്തകങ്ങൾ, 33,000-ത്തിലധികം വാക്യശകലങ്ങളുള്ള ഈ അനുഗ്രഹിക്കപ്പെട്ട പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരുന്ന കാര്യങ്ങളാണ് ഇന്ന് നമ്മുടെ മുൻപിലൂടെ ലോക ചരിത്രത്തിൽ നടക്കുന്നതെന്ന് തെളിവായി ശാസ്ത്രം വെളിപ്പെടുത്തി. അതുകൊണ്ട് യേശുക്രിസ്തു പറഞ്ഞ വാക്കിന്റെ വില നമുക്ക് മാറ്റിക്കളയാൻ കഴിയില്ല. ഇതുവരെ നടന്നിട്ടുണ്ട്, ഇനിയും യേശുക്രിസ്തു പറഞ്ഞത് നടക്കും. ഒരു കാര്യം നടക്കുമോ ഇല്ലയോ എന്ന് അറിയുന്നതിന്റെ ഒന്നാമത്തെ കാര്യം, ഇതുവരെ സംഭവിച്ചോ ഇല്ലയോ, ഉണ്ടെങ്കിൽ അത് നടക്കും. എത്ര പേർക്ക് ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾക്ക് വിശ്വാസമുണ്ട്? യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ പോയിട്ട് നിങ്ങൾക്ക് ഭവനമൊരുക്കുവാൻ പോകുന്നു, ഞാൻ പോയിട്ട് വേഗം വരും. കരങ്ങളെ ഉയർത്തി പ്രത്യാശയുള്ള ദൈവമൊക്കെ സ്തോത്രം പറയുമോ? കാരണം ഹല്ലേലൂയ, വളരെ പ്രത്യാശയോട് ജീവിച്ച് കടന്നുപോയൊരു ബഹുമാന ദൈവദാസന്റെ യാത്രയപ്പ് സമ്മേളനമായത്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ദുഃഖങ്ങളിൽ ദുഃഖമില്ലാഞ്ഞിട്ടല്ല, ഹൃദയത്തിൽ അകത്തളങ്ങളിൽ നീറുന്ന വേദനയോടെയാണ് പ്രിയപ്പെട്ടവർ ഇരിക്കുന്നതെങ്കിലും മുഖത്തത് കാണുന്നില്ല. കാരണം പ്രത്യാശയോടെയാണ് ഇരിക്കുന്നത്. ഞാൻ പറയട്ടെ, ആ ഭവനത്തിലേക്ക് പോകണമെങ്കിൽ, അമ്മയുടെ ഉദരത്തിൽ ജീവിക്കണമെങ്കിൽ നമ്മുടെ ഒരുക്കങ്ങളൊന്നും വേണ്ട. ദൈവം കൊടുത്തിരിക്കുന്ന സിസ്റ്റത്തിൽ വയ്ക്കും. ഈ ഭൂമിയിലെ ഭവനത്തിൽ താമസിക്കണമെങ്കിൽ നമുക്കറിയാം, കാലാവസ്ഥ അനുസരിച്ചുള്ള വീട് പണിയണം. ഇപ്പോഴത്തെ ചൂടൊക്കെ ആണെങ്കിൽ അത്ര വ്യത്യാസം, മഴയാണെങ്കിൽ അത്. എന്നാൽ മൂന്നാമത്തെ ഭവനത്തിൽ പോകണമെങ്കിൽ ഇവിടെ നമ്മുടെ പരിപാടികൾ കൊണ്ടൊന്നും പറ്റില്ല, അതിനെക്കുറിച്ച് നമുക്കാർക്കും അറിയത്തില്ല. അവിടെ നിന്ന് വന്ന ഒരാളെ ഉള്ളൂ, ആ ആള് പറഞ്ഞതനുസരിച്ച് നമ്മൾ ഒരുങ്ങിയില്ലെങ്കിൽ ആ ഭവനത്തിൽ പോകാൻ പറ്റില്ല. പലപ്പോഴും ഉപദേശിമാരൊക്കെ അവിടെ ഇവിടെ നിന്ന് ഈ ഭവനത്തെക്കുറിച്ച് പറയുമ്പോൾ പലരും പറയും, ഇതൊക്കെ എങ്ങനെയാ? കാരണം നിങ്ങൾക്ക് വ്യക്തതയില്ലയോ എന്നൊക്കെ ചോദിക്കുമ്പോഴും പറയാൻ കാരണം എന്താ? അവിടെ നിന്ന് വന്ന ഒരാളെ ഉള്ളൂ, തിരിച്ചു പോയ ഒരാളെ ഉള്ളൂ, ആ ആൾക്ക് മാത്രമേ വ്യക്തതയുള്ളൂ. അതുകൊണ്ട് ആ ആളാണ് പറഞ്ഞത്, ആ ഭവനം എന്ന് പറഞ്ഞാൽ പിതാവ് ഒരുക്കിയിരിക്കുന്ന ഭവനമാണ്. അത് സ്തോത്രം, അത് കടന്നു പോകണമെങ്കിൽ അതിന് ഒരുക്കം ആവശ്യം. ഇന്ന് നമ്മുടെ ഭാരതത്തിലോ ലോകത്തിലോ ഒക്കെ ഒരു കാലഘട്ടത്തിൽ ചിലപ്പോൾ കിലോമീറ്ററുകൾ മാത്രം യാത്ര ചെയ്ത് നമ്മൾ ചന്ദ്രനിലും ചൊവ്വയിലും ഒക്കെ നമ്മൾ പോയി. ചന്ദ്രനിൽ പോയ നമ്മുടെ ഇന്ത്യക്കാരി, ഞാൻ ചില വർഷങ്ങൾക്ക് മുമ്പേ വായിച്ചപ്പോൾ മനസ്സിലായത്, ചന്ദ്രനിൽ പോകാൻ വേണ്ടി ഒരു ദിവസം നേരിട്ട് അങ്ങ് സെലക്ഷൻ കിട്ടി അങ്ങ് പോയതല്ല. ചന്ദ്രനിൽ പോകാൻ സെലക്ഷൻ കിട്ടിയതിന് ശേഷം തൻ്റെ ജീവിതത്തിൽ വർഷങ്ങളോളം താൻ അതിനുവേണ്ടി ശരീരത്തെ ക്രമപ്പെടുത്തി, ആഹാരം ക്രമപ്പെടുത്തി, ജീവിതം ക്രമപ്പെടുത്തി, ഭവനത്തെ പോലും പലപ്പോഴും ഉപേക്ഷിച്ച് ഇതിനു വേണ്ടി ട്രെയിനിങ് എടുത്തു എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. ദൈവമക്കളെ, ബഹുമാന്യ കേൾവിക്കാരെ, ഈ ലോകത്തിന്റെ ഒരു പരിധിക്കപ്പുറം ഇത്ര കിലോമീറ്റർ അകലെയുള്ള ഒരു ഉപഗ്രഹത്തിൽ പോകണമെങ്കിൽ ഇത്രമാത്രം ഒരുക്കം ആവശ്യമാണെങ്കിൽ, ഹല്ലേലൂയ, 1000 വാനഗോളങ്ങളെ താണ്ടി ക്രൈസ്തലോ മനുഷ്യന്റെ നഗ്നയ ദൃഷ്ടിക്ക് കാണുവാൻ കഴിയാത്ത സ്വർഗോന്നതങ്ങളിൽ കർത്താവായ യേശുക്രിസ്തു പിതാവായ ദൈവം ഇരിക്കുന്ന ഇടത്ത് പോകണമെങ്കിൽ എത്രയോ ഒരുക്കം ആവശ്യമാണ് എന്ന് നാം വ്യക്തമായി തിരിച്ചറിയണം. ഞങ്ങളിത് പറയുമ്പോൾ മരണ വീട്ടിലും വിവാഹ വീട്ടിലും പരസ്യയോഗങ്ങളിലും ഒക്കെ ഞങ്ങളിത് പറയുമ്പോൾ വെറുതെ പറഞ്ഞ് സമയം കളയുന്നതല്ല, പിന്നെയോ ഒരിക്കൽ മാത്രം ലഭിക്കുന്ന ഒരു അവസരമാണ്. പിന്നെ മടങ്ങി വന്നിട്ട് ഒരുങ്ങിപ്പോകാൻ കഴിയത്തില്ല. ഒരിക്കൽ കർത്താവ് തൻ്റെ ഉപമ പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ലാസറിൻ്റെയും ധനവാന്റെയും ഉപമയിൽ പറഞ്ഞു, ധനവാൻ ഇവിടെ ജീവിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, താൻ കടന്നുപോയി. ലാസറും ജീവിച്ചു, മരിച്ചു, കടന്നുപോയി. രണ്ടുപേരും ജീവിച്ചു ശരിയാണ്, മരിച്ചത് ശരിയാണ്. അതിൽ കർത്താവ് പഠിപ്പിച്ച ഒരു കാര്യം ഇതാണ്, ധനവാൻ യാതനാ സ്ഥലത്ത് പോയി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യാതനാ സ്ഥലമെന്നുണ്ടെന്ന് വിശുദ്ധ കർത്താവ് വ്യക്തമായി വെളിപ്പെടുത്താന്നിരിക്കുക. യാതനാ സ്ഥലത്തേക്ക് പോയി. ലാസറോ അബ്രഹാമിന്റെ മടി എന്ന പർദീസ, പഴയ നിയമ ഭക്തന്മാർ കാത്തിരിക്കുന്ന, ഹല്ലേലൂയ, മരണാനന്തരം ആദ്യം കാത്തിരിക്കുന്ന ഇടമാണ് അബ്രഹാമിന്റെ പർദീസ. എല്ലാവർക്കും അതാത് ഇടമുണ്ട്, അതൊക്കെ വിശുദ്ധ വേദപുസ്തകം പറയുന്നു. ഹല്ലേലൂയ. അങ്ങനെ ധനവാൻ യാതനാ സ്ഥലത്ത് കിടന്നുകൊണ്ട് മേളോട്ട് നോക്കിയപ്പോൾ, ഇത് കർത്താവ് വ്യക്തമായ ഒരു കഥാരൂപത്തിൽ പറഞ്ഞതാണ് നിത്യതയെക്കുറിച്ച്. മേളോട്ട് നോക്കിയപ്പോൾ ലാസർ അവിടെ അബ്രഹാമിന്റെ മടിയിലിരിക്കുന്നു. മടിയിലിരിക്കുമ്പോൾ ഇവിടെ താഴെ എന്താണെന്നറിയാമോ? യാതനാ സ്ഥലമാണ്. യാതന എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, ദാഹിച്ച്
ചൂടിന്റെ അനുഭവം എന്താണെന്ന് നമ്മളാർക്കും അറിയത്തില്ല. വചനം പറഞ്ഞനുസരിച്ച് അവിടെ ഭയങ്കര, നമ്മൾ ഇന്നത്തെ അവസ്ഥ മനസ്സിലാക്കി ആരും പോകത്തില്ല. ഇപ്പം 35-38 ഡിഗ്രി ആയാൽ ഇവിടെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. പക്ഷെങ്കിൽ ഒരു ഈയം കത്തുന്ന 3 ലക്ഷം ടണ്ണിലധികം ഈയം കത്തുന്ന സൂര്യപ്രകാശം രശ്മിയെ ഇവിടെ വരുമ്പോൾ നമുക്ക് ജീവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ 3 ലക്ഷത്തിലധികം 3 കോടിയിലധികം ഒക്കെ വരുന്ന ലെഡ് ഈയം കത്തുന്ന നരകം, അതിൻ്റെ ചൂടിനെ കുറിച്ച് ഇവിടെ ആർക്കും പറയാൻ കഴിയാത്ത അത്ര ഭയങ്കരം. അങ്ങനെയുള്ള യാതനാ സ്ഥലത്തിൽ കിടക്കുന്ന ഈ ധനവാൻ നാവ് വരണ്ടിട്ട് ഒരു തുള്ളി വെള്ളത്തിനു വേണ്ടി അബ്രഹാമിന്റെ മടിയിൽ പർദീസയിൽ ഇരിക്കുന്ന ലാസറിനോട് പറയുകയാണ്. ലാസറിനോട് പറയുക, ഒരു തുള്ളി വെള്ളം എൻ്റെ നാവിലേക്കൊന്ന് ഒഴിക്കാൻ അവൻ്റെ വിരലിൽ തൊട്ട്. ഓർക്കണം, പറഞ്ഞു ശരിയാണ്. ഇത്രയും ചൂട് പിടിച്ചിരിക്കുന്നിടത്ത് ഞാനിപ്പം വന്നപ്പം തന്നെ ഒരു അരക്കുപ്പി കുടിച്ചു വെള്ളം. മണിക്കൂറിൽ വെള്ളം ലിറ്റർ കണക്കിന് കുടിച്ചാൽ തികത്തില്ല. പക്ഷെ ഈ ചൂടത്ത് കിടക്കുന്ന ധനവാൻ പറയുന്ന ഒരു തുള്ളി വെള്ളമെന്ന്. അതിൻ്റെ അർത്ഥം അതുകൊണ്ട് ദാഹം തീരുമെന്നല്ല, തൊണ്ടയൊന്ന് നനയാം. ഇന്ന് പകലിൽ ആ കഥ മനസ്സിലാക്കുന്ന നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഒരു നിത്യയാതന സ്ഥലമുണ്ട്. ലാസറസ് അബ്രഹാമിന്റെ മടിയിലിരിക്കുന്നു. കർത്താവ് പഠിപ്പിച്ചൊരു കാര്യം ഇതാണ്. ലാസറിനോട് പറഞ്ഞിട്ട് അബ്രഹാം പിതാവിന്റെ മടിയിൽ നിന്ന് ഒരു അല്പം വെള്ളം ലാസറിലൂടെ ലഭിക്കാൻ ആഗ്രഹിച്ചുവെങ്കിലും അവിടെ പറയുന്നൊരു കാര്യമുണ്ട്, പറ്റത്തില്ല. ഇനി ഒരു തുള്ളി വെള്ളം പോലും നിങ്ങൾക്ക് തരാൻ കഴിയത്തില്ല. കാരണം നിങ്ങളിരിക്കുന്നിടവും ഞങ്ങളിരിക്കുന്നിടവും തമ്മിൽ ഭയങ്കര ബിഗ് ഗ്യാപ്പ്. ഇറ്റ്സ് എ ഗൾഫ് ബിറ്റ്വീൻ എന്നാണ് പറഞ്ഞത്. ഒരു വലിയ വിടവാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, നോക്കിയിരിക്കാനല്ല ഒന്നും പറ്റത്തില്ല. അതുകൊണ്ട് അപ്പോൾ ധനവാൻ പറഞ്ഞു, എൻ്റെ സഹോദരന്മാരൊക്കെ അവിടെ ഉണ്ട്. എവിടാ? ലോകത്തിലുണ്ട്. ചേട്ടന്മാരുണ്ട്, അനിയന്മാരുണ്ട്, ഉപ്പാപ്പന്മാരുണ്ട്, അമ്മാച്ചന്മാരുണ്ട്. ഇവരും എൻ്റെ സ്വഭാവമായിരുന്നു. പക്ഷെ ഇവരിവിടെ വന്നാൽ കഷ്ടമാ. ഞാനോ വന്നു. ഇവർ വരാതിരിക്കേണ്ടതിന് ഈ ലാസറിനെ ഒന്ന് പറഞ്ഞയക്കണം. നിങ്ങൾ ഇന്ന് പകലിൽ ഹാലലു ദൈവമക്കളെ നമ്മൾ കേൾക്കുമ്പോൾ ഒരു സത്യം ഞാൻ വിളിച്ച് പറയുകയാണ് സമയത്തിൻ്റെ അധികത്തിലും. അപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, അല്ല ഇനിയും പറ്റത്തില്ല, ലാസറിനെ ഇനിയും വിടാൻ പറ്റില്ല. അതിൻ്റെ അർത്ഥം മരണാനന്തരം മനുഷ്യന് പിന്നെ ഇങ്ങോട്ട് വരാൻ പറ്റില്ല. പലരും വരെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അച്ചായൻ്റെ അമ്മച്ചിയുടെ ആത്മാവ് അതിലേ നടക്കുന്നു എന്നൊക്കെ പറഞ്ഞ ആളുകൾ പറയാറുണ്ട്. ഹല്ലേലൂയ. തികച്ചും അത് അസത്യമാണ്. കാരണം വേദപുസ്തകം പറയുന്നു, മരിച്ചവർ മൗനതയിൽ ഇരിക്കുന്നു. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ആത്മാവ് വരത്തില്ല. ആത്മാവ് ഉയരേണ്ട ഒരു സമയമുണ്ട്. അതുവരെ ഇത് നിശബ്ദമായിരിക്കും. അതിനുവേണ്ടിയാ ഈ കാലയളവിൽ 70, 80, 90 വയസ്സൊക്കെ തരുന്നത്. ഇക്കാലഘട്ടത്തിൽ മാനസാന്തരപ്പെടണം. ഹല്ലേലൂയ. അപ്പോൾ പറഞ്ഞു, അവിടെ മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ, സുവിശേഷകരുണ്ടല്ലോ, അവർ പറയുന്നത് കേൾക്കട്ടെ, ഇല്ലെങ്കിൽ നീ വരുന്നിടത്തോട്ട് അവരും വരട്ടെ. ദൈവം വെച്ച വ്യവസ്ഥ. ഞാൻ ഒരു വാക്കുകൾ മുന്നോട്ട് വേഗത്തിൽ കൊണ്ടുപോയി നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഭവനം, മൂന്നാമതൊരു ഭവനം വേണമെങ്കിൽ ഒരുക്കപ്പെടണം. ഒരു ചന്ദ്രനിലോ മറ്റോ കടന്നു പോകണം. ഇത്ര ഒരുക്കമാകണമെങ്കിൽ നിത്യമായി ജീവിക്കേണ്ട മൺമയമായ ശരീരം ഇവിടെ മർത്യമായത് ഉരിഞ്ഞു കളഞ്ഞ് ഈ വാത്സല്യ ബഹുമാന്യ കർത്തൃദാസന്റെ മൃതദേഹം നമ്മൾ ചില മണിക്കൂർ കഴിയുമ്പോൾ, ചില മിനിറ്റുകൾ കഴിയുമ്പോൾ മാങ്ങാനം യേജുസഭയുടെ സെമിറ്റേരിയിൽ നമ്മൾ അടക്കം ചെയ്ത് നമ്മൾ മടങ്ങി വരും. ചില ദിവസങ്ങൾക്ക് ശേഷം ഇത് മണ്ണോട് ചേരും. ഹല്ലേലൂയ. നമ്മുടെ ശരീരം മണ്ണോട് ചേരേണ്ട ശരീരമാണ്. എന്നാൽ നിത്യമായ ഭവനത്തിൽ പോകേണ്ട ശരീരം അത് വിൺമയമായ ശരീരമാണ്. ഈ ശരീരത്തോട് ആരും അവിടെ പോകയില്ല. ഹല്ലേലൂയ. അവിടെ പോകുന്നത് രൂപാന്തരപ്പെട്ട ശരീരമാണ്. എത്ര പേർക്ക് പ്രത്യാശയുണ്ട്? അവർ കരങ്ങളെ ഉയർത്തി ഒരിക്കലൂടെ കർത്താവിൻ്റെ ഒരു നന്ദി പറഞ്ഞ് ഹല്ലേലൂയ. രൂപാന്തരപ്പെട്ട ഒരു ശരീരത്തോടെ, വിൺമയമായ ശരീരത്തോടുകൂടെ 1000 സൂര്യഗോളങ്ങളെ താണ്ടി പോകുന്ന ആ നാട്ടിലേക്ക് പോകുവാൻ ഒരുക്കം ആവശ്യമാകിയാൽ നാം എന്തു ചെയ്യണം? വിശുദ്ധ വേദപുസ്തകം അതിന് വഴി പറഞ്ഞു. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും, ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം, ആരും, പണ്ഡിതനോ പാമരനോ ശ്രേഷ്ഠനോ ചെറിയവനോ ആരും ഞാൻ മുഖാന്തരമല്ലാതെ പിതാവിൻ്റെ ഭവനത്തിൽ എത്തുന്നില്ല. അങ്ങനെയെങ്കിൽ ആ നിത്യമായി ഹല്ലേലൂയ മനുഷ്യകുലത്തിൻ്റെ ഒരവസ്ഥയും നോക്കാതെ മാനവനെ തേടി വന്ന കർത്താവായ യേശു ക്രിസ്തു നിത്യഭവനത്തിലാക്കുവാൻ വന്ന ആ കർത്താവിൻ്റെ വാക്കിൻ്റെ മുൻപിൽ ആ ഭവനത്തിലേക്ക് എനിക്കും എൻ്റെ ലോക ജീവിതം കഴിഞ്ഞു പോകണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഇതുവരെയും അങ്ങനെ തീരുമാനമെടുത്തിട്ടില്ലെങ്കിൽ, ഈ ബഹുമാന്യ കർത്തൃദാസന്റെ ജീവിതവും തൻ്റെ ഹല്ലേലൂയ ഇന്നത്തെ ശുശ്രൂഷകളും നമ്മുടെ ജീവിതത്തിൽ അപ്രത്യാശ കാരണമായി. യേശുവേ, ആ ഭവനത്തിൽ വാഴുവാൻ, അങ്ങയോടൊപ്പം ജീവിപ്പാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഞങ്ങൾക്ക് ഞങ്ങളുടെ മാനുവൽ പാസ്റ്ററെ കാണണം. പക്ഷെ അവിടെ ചെന്നാൽ അദ്ദേഹം അവിടെയാ.
ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർ, ഇന്ന് പകലിൽ നിങ്ങളെ അതിൽ നിന്ന് അകറ്റുന്നത് നിങ്ങളുടെ ഭവനമോ നിങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങളൊന്നുമല്ല. വചനം പറയുന്നു പാപമാണ് മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റിയത്. അതുകൊണ്ട് ഒറ്റ വാക്ക്, പാപമോചനം പ്രാപിക്കണം. പാപങ്ങളെ ഒരു വാക്കിൽ യേശുവിനോട് ഏറ്റുപറഞ്ഞ്, യേശുവേ, അങ്ങയുടെ മകളാക്കി എന്നെ തീർക്കണമേ. അപ്പനും മക്കളും താമസിക്കുന്നതാണല്ലോ വീട്. അങ്ങനെയാണ് നിത്യമായ ഭവനം എന്ന് പറഞ്ഞാൽ പിതാവായ ദൈവത്തോടുകൂടെ നമ്മളും മക്കളായി താമസിക്കണം. അതുകൊണ്ട് മകനോ മകളോ ആകണമെങ്കിൽ യോഹന്നാൻ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു, അവനെ കൈക്കൊണ്ട്, ആരെ? യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അത് മനുഷ്യൻ തരുന്ന അധികാരമല്ല, ദൈവം ദാനമായി തന്നത്. ആകയാൽ ഒരു നിമിഷം പ്രാർത്ഥിക്ക്, കർത്താവേ, അങ്ങയുടെ മകളാകുവാൻ എന്നെ സമർപ്പിക്കുന്നു. എൻ്റെ പാപങ്ങളെ ക്ഷമിക്കണമേ. എനിക്ക് ആ നിത്യഭവനം വേണം. ഒരു നിമിഷം ഹല്ലേലൂയ, നമ്മളെ തന്നെ സമർപ്പിക്കാം. യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി, ജീവൻ വച്ചിടു രക്ഷകനായി. ചേർന്ന് പാടാം. അന്ത്യശ്വാസം വരെയു ജീവൻ വച്ചിടു രക്ഷകനായി, അന്ത്യശ്വാസം വരെയു ഞെരുക്കത്തിനപ്പം ഞാൻ തിന്നാലും കഷ്ടത്തിൻ ഞെരുക്കത്തിനപ്പം ഞാൻ തിന്നാലും കഷ്ടത്തിൻ ദേഹിതു കത്താൽ ക്ഷയിച്ചെന്നാലോ എല്ലാം പ്രതികൂലമായെന്നാലോ ദേഹിതു കത്താൽ ക്ഷയിച്ചം പ്രത്യാശയോടെ ഓ എല്ലാം പ്രതികൂലമായും ഹല്ലേലൂയ യാത്ര ചെയ്യൂ ഹല്ലേലൂയ ധം ചെയ്യും ഞാൻ അന്ത്യശ്വാസം വരെയു ജീവൻ വച്ചിടോ രക്ഷകനാ അന്ത്യശ്വാസം വരെയും. വിശ്വസിക്കുന്ന ദൈവമക്കൾ കരമുയർത്തിയ ഇരുടകൾ ഒന്ന് പ്രത്യാശയോട് പാടണം. ജീവൻ വച്ചിടോ രക്ഷകനാ അന്ത്യശ്വാസം വരെ ജീവൻ വച്ചി ഹല്ലേലൂയ അന്ത്യശ്വാസം വരെയോ ഹല്ലേലൂയ. 90-ാം സങ്കീർത്തനങ്ങള്. കർത്താവേ, നീ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനു മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീൻ എന്നരുളി ചെയ്യുന്നു. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞു പോയ ദിവസം പോലെയും രാത്രി ഒരു യാമം പോലെയും മാത്രമിരിക്കുന്നു. നീ അവരെ ഒഴുക്കിക്കളയുന്നു. അവർ ഉറക്കം പോലെ അത്രേ. അവർ രാവിലെ മുളച്ചു വന്ന പുല്ലുപോലെയാകുന്നു. അത് രാവിലെ തഴച്ചു വളരുന്നു. വൈകുന്നേരം അതിരിഞ്ഞ് വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ച് നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുമ്പിലും നിന്റെ രഹസ്യഭാവങ്ങളെ നിന്റെ മുഖഭാഷത്തിലും വെച്ചിരിക്കുന്നു.
ഞങ്ങളുടെ നാളുകളൊക്കെ നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങൾ നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ഈ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിൻ്റെ പ്രതാപവും പ്രയാസവും ദുഃഖമത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിൻ്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവനാർ. ഞങ്ങൾ ജ്ഞാനമുള്ളൊരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. യഹോവയെ മടങ്ങി വരണമേ. എത്രത്തോളം താമസം അടിയങ്ങളോട് സഹതാപം തോന്നണമേ. കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെ ഞങ്ങൾ ഘോഷിച്ചാനന്ദിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങളടുത്ത അവിശ്വാസങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർക്കുള്ള പ്രവൃത്തിയും അവിടെ മക്കൾക്ക് നിന്റെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ. ദൈവമായ യഹോവേ, പ്രസാദം ഞങ്ങളുടെ മേലിരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ പ്രവൃത്തികളെ സാധ്യമാക്കണമേ. അതേ, ഞങ്ങളുടെ പ്രവൃത്തികളെ സാധ്യമാക്കണമേ. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പിണിയല്ലാത്ത നിത്യഭവനമായ ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്നറിയുന്നു. ഈ കൂടാരത്തിൽ ഞരങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിരിക്കുന്നുവെങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിനു മീതെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു. ഉരുവാനല്ല, മർത്യമായത് ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിന് മീതെ ഉടുപ്പാൻ ഇച്ഛിക്കിയാൽ ഞങ്ങൾ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞരങ്ങുന്നു. അതിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ. ആകിയാൽ ഞങ്ങൾ എല്ലായ്പ്പോഴും ധൈര്യപ്പെട്ടും ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോടകന്ന് പരദേശികളായിരിക്കുമെന്നറിയുന്നു. കാഴ്ചയാലല്ല, വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കുന്നത്. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോട് കൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ അഭിമാനിക്കുന്നു. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ വെളിപ്പെടേണ്ടതാകുന്നു. ഇന്ന് പകലില് ഈ ബഹുമാന്യ കർത്തുദാസനെ ആദരവോടെ നമ്മൾ ഈ ഭവനത്തിൽ നിന്ന് ഹല്ലേലൂയ യാത്രയാക്കിയാണ്. ഇതുവരെയും വ്യാപരിച്ച ദൈവകൃപയ്ക്കായി നമുക്ക് നന്ദി പറയുകയും ഹല്ലേലൂയ തുടർന്ന് ബഹുമാന്യ കർത്തുദാസൻ പാസ്റ്റർ മോസസ് അവറുകൾ കടന്നു വന്ന് പ്രാർത്ഥിക്കുകയും അതിനുശേഷം ഭവനത്തിലുള്ള പ്രിയപ്പെട്ടവർക്ക് അന്ത്യചുംബനം കൊടുക്കുവാനുള്ള അവസരമാണ്. അതിനായിട്ട് സമയം വേർതിരിക്കുക, സമാധാനത്തോടെ പ്രത്യാശയോടെ ആയിരിക്കാം. ദൈവം നമ്മെ സഹായിക്കും. നമുക്കെല്ലാവർക്കും ദൈവസ്ഥനിൽ തലകളെ വണക്കാം, ഹൃദയങ്ങളെയും ദൈവസ്ഥനിൽ നമിക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമായ പ്രിയപിതാവേ, സകല പ്രത്യാശയുടെയും ആശ്വാസത്തിൻ്റെയും കർത്താവേ, സന്മുഖത്തേക്ക് നോക്കുവാൻ ആശ്വാസം പ്രാപിക്കുവാൻ ഞങ്ങൾക്ക് നൽകിയ നല്ല അവസരത്തിനായി ഞങ്ങൾ നന്ദിയോടെ തിരുനാമത്തെ വാഴ്ത്തുന്നു. കർത്താവേ, അവിടുന്ന് ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തെ എത്രയോ നല്ലവനായിരുന്നു എന്ന് ഓർക്കുവാൻ തക്കോണം ലഭിച്ച സന്ദർഭത്തിനായി നന്ദിയോടെ സ്തോത്രം. പരിശുദ്ധ പിതാവേ, ഞങ്ങളുടെ പ്രിയ സഹോദരൻ നിന്റെ ദാസൻ പ്രിയ മനുവേൽ പാസ്റ്റർ, നീ അനുവദിച്ചിടത്തോളം ഈ ലോകത്ത് ജീവിച്ചുകൊണ്ട് അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ദൈവരാജ്യത്തിൻ്റെ സമ്പന്നതയ്ക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ അവിടുന്ന് കൊടുത്ത ഭാഗ്യത്തിനായി സ്തോത്രം. എന്നാൽ കാലാവസാനത്തെങ്കിൽ നിന്നോട് ചേരുവാൻ തക്കവണ്ണം നീ വിളിച്ച് ചേർത്ത ദൈവകൃപയ്ക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് ആ അസമയത്തൊന്നോ അസ്ഥാനത്തോ എന്ന് തോന്നാമെങ്കിലും നിന്റെ ഹിതവും നിന്റെ താല്പര്യവുമാണല്ലോ ജീവിതത്തിൽ നിറവേറപ്പെടേണ്ടത്. എന്നാൽ പ്രത്യാശയോടെ ആയിരിക്കാൻ തക്കവണ്ണം നിന്റെ ദാസർ കൊടുത്ത ഭാഗ്യത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുകയും തുടർന്ന് ശേഷിപ്പിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവരും പൂർണ്ണ പ്രത്യാശയോടെ ആയിരിക്കാൻ തക്കവണ്ണം തിരുമേനി സഹായിക്കണമേ. നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്നുള്ള അങ്ങയുടെ വചനപ്രകാരം നല്ല വചനങ്ങളെ ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. പ്രത്യാശയുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനിടയായതിനായി സ്തോത്രം. ഒടുവിലായി ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം. ആ വചനപ്രകാരം സന്തോഷത്തോടെ നിന്റെ ദാസനെ യാത്ര ചെയ്യിപ്പാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും ഇവിടുന്ന് ഒരുക്കിയിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. വിശേഷിച്ച രമയ്ക്കായി പ്രാർത്ഥിക്കുന്നു, കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു, സഹോദരവർഗങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. നീ അവരെ നിന്റെ ദിവ്യമാർന്ന ആശ്വാസം കൊണ്ട്
ആശ്വസിപ്പിക്കണമേ കർത്താവേ. സകല ബുദ്ധിയെയും കഴിയുന്ന ദൈവിക സമാധാനം അവരുടെ ഹൃദയങ്ങളിൽ ആഴ്ത്തി എഴുതണമേ കർത്താവേ. മനുഷ്യനിലല്ല അവരാശ്രയിക്കുന്നത്, നിന്നിൽ ആശ്രയിക്കുന്നു. ആകയാൽ പൂർണ്ണ ആശ്വാസത്തോടെയും പ്രത്യാശയോടെയും നിന്റെ കുഞ്ഞുങ്ങളെ അവിടുന്ന് കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷ നിർവഹിപ്പാൻ അങ്ങയുടെ വലിയ ഭൃത്തന്മാരെ ഒരുക്കിയതിനായി സ്തോത്രം. ശുശ്രൂഷയെല്ലാം ഭംഗിയായി നിർവഹിപ്പാൻ അനുഗ്രഹപ്രദമായിരിക്കാൻ കേൾവിക്കാർക്കും അനുഭവിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമായിരിക്കാൻ ഇടയാക്കിയതിനായി സ്തോത്രം. കൃപയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഈ പ്രിയപ്പെട്ട ഞങ്ങളുടെ സഹോദരനെ ഇപ്പോൾ ഞങ്ങൾ ഭവനത്തിൽ നിന്ന് സന്തോഷത്തോടെ യാത്ര അയക്കുന്ന കർത്താവേ, തുടർന്ന് നടക്കേണ്ട ശുശ്രൂഷ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സെമിത്തേരിയിലും നടക്കുന്ന ശുശ്രൂഷകളിൽ എല്ലാം അവിടുത്തെ സാന്നിധ്യം ഉണ്ടായിരിക്കുകയും ആത്മാവിനാൽ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലവും അങ്ങേ നാമത്തിൻ്റെ പുകച്ചയ്ക്ക് ഞങ്ങൾക്ക് അനുഗ്രഹത്തിന് കാരണമാകാൻ ഇടയാക്കണം. ആശ്വാസത്തിൻ്റെ ദൈവം എല്ലാവരെയും അവിടുന്ന് ആശ്വസിപ്പിക്കാൻ സ്തോത്രം. മഹത്വവും മാനം അവിടുന്ന് എടുക്കണം. ഞങ്ങൾക്കായി ജീവൻ തന്ന യേശു കർത്താവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ ഞങ്ങൾ വിനീതമായി അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. പ്രൈസ് ഗോഡ്. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ക്രിസ്തുയേശുവിൻ്റെ കൃപ, പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ, വാത്സല്യ ഭവനത്തിലുള്ള പ്രിയപ്പെട്ട പ്രിയാൻ്റി, കുഞ്ഞുങ്ങൾ, പ്രിയപ്പെട്ടവർ എല്ലാവരോടും, ദുഃഖത്തിലായിരിക്കുന്ന ഭവനത്തിലുള്ള എല്ലാവരോടും ഇന്ന് എന്നേക്കും നമ്മുടെ കർത്താവിൻ്റെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ദൈവം അന്ത്യചുംബനം കൊടുക്കാനുള്ള സമയമാണ്. ഭവനത്തിലെ ആരെങ്കിലും കാണുവാണെങ്കിൽ കാണണം. മാത്രമല്ല എല്ലാവരും കഴിയുന്ന സെമിത്തേരിയിലേക്ക് വരണം. സെമിത്തേരിക്ക് വന്നിട്ട് മടങ്ങി ഇവിടെ ഭവനക്കാർ ക്രമീകരിക്കുന്ന മറ്റ് പരിപാടികളുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ വരുവാനും മടങ്ങി വരുവാനും ഒന്ന് പ്രാർത്ഥിച്ചിട്ട് മടങ്ങി പോകുവാനും വിശേഷാൽ ഓർപ്പിക്കുന്നു. സെമിത്തേരിയിലേക്ക് പോകുവാൻ വാഹനങ്ങളുണ്ട്. ജീവനും വേറൊത്ത വീരന്മാർ, നീതിമാന്മാർ ആയ സിദ്ധന്മാർ, ജീവനും വേറൊത്ത വീരന്മാർ, വീണകേന്തി ഗാനം പാടുമ്പോൾ ഞാനും ചേർന്ന് പാടിയിടുമേ. വീണകളേന്തി ഗാനം പാടുമ്പോൾ ഞാനും ചേർന്ന് പാടിയിടുമേ. ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയ
വാക്കുകളാൽ തീർക്കപ്പെടാത്തതാ പുതുശാലേ നഗരമ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി കിട്ടിയെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. ദൈവത്തിന്റെ മഹത്വം. നമുക്ക് കർത്താവിന്റെ ദാസന്റെ ശരീരവുമായി നമുക്ക് സെമിറ്റേറി കടന്നു വരുവാൻ ദൈവം സഹായിച്ചു. ദൈവം കൂടെ ഇരുന്നു. തുടർന്നും അല്പനിമിഷങ്ങൾ മാത്രം നമ്മൾ ഇവിടെ ആയിരിക്കുമ്പോൾ വളരെ പ്രത്യാശയോടെ സമാധാനത്തോടെ നമുക്ക് സഹകരിക്കാം. ചൂടിന്റെ കാഠിന്യങ്ങളുണ്ട്. വെള്ളം നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, ഈ നല്ലതും വിലയേറിയതുമായിരിക്കുന്ന നല്ല സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. കർത്താവേ, കഴിഞ്ഞ 74 വർഷത്തോളം ഈ ഭൂമിയിൽ ജീവിപ്പാൻ നിന്റെ ദാസന് നീ അവസരം കൊടുത്തു. നിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി നിൽപ്പാനും നിന്റെ വേലയെ ശക്തിപ്പെടുവാനും ഒക്കെ നീ കൃപ നൽകി. നിന്റെ ശുശ്രൂഷിപ്പാൻ നിന്റെ ദാസനെ അവിടുന്ന് ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമേ. സഹശുശ്രൂഷകന്മാരെ അവിടുന്ന് ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാകണമേ. കർത്താവേ, കടന്നു വന്ന നിന്റെ ജനത്തെ അവിടുന്ന് ആശ്വസിപ്പിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നിർത്തുമാറാകണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ക്ഷീണിച്ചു പോകാതെ തളർന്നു പോകാതെ നിൽപ്പാൻ തക്കവണ്ണം നിന്റെ കൃപ നിന്റെ ജനത്തിനു മേൽ പകരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അന്ത്യത്തോളം നിന്റെ കൃപ കൂടെ ഇരുന്ന് സഹായിക്കണം. എല്ലാ നന്മകളാലും നിറയ്ക്കണം. മഹത്വം അങ്ങെടുക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുത്ഥാനം ഇല്ല എന്ന് നിങ്ങൾ ചിലർ പറയുന്നത് എങ്ങനെ? മരിച്ചവരുടെ പുനരുത്ഥാനം ഇല്ല എങ്കിൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. മരിച്ചവർ ഉയർക്കുന്നില്ല എന്ന വരികിൽ ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചു എന്ന് ദൈവത്തിന് വിരോധമായി സാക്ഷ്യം പറയുകയാൽ ഞങ്ങൾ ദൈവത്തിന് കള്ളസാക്ഷികൾ എന്ന് വരും. മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ ക്രിസ്തു ഉയർത്തിട്ടില്ല. ക്രിസ്തു ഉയർത്തില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിലിരിക്കുന്നു. ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവരും നശിച്ചുപോയി. നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നു എങ്കിൽ സകല മനുഷ്യരും അരിഷ്ടന്മാരത്രേ. എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യവനമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിരിക്കുന്നു.
മനുഷ്യൻ മൂലം മരണമുണ്ടാകിയാൽ മരിച്ചവരുടെ പുനരുത്ഥാനവും മനുഷ്യൻ മൂലമുണ്ടായി. ആദമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും. പക്ഷേ ഏതുവിധം ശരീരത്തോടെ വരുന്നുവെന്നും ചോദിക്കും. കൂടാ, നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ ജീവിക്കുന്നില്ല. നീ വിതയ്ക്കുന്നതോ ഉണ്ടാകുവാനുള്ള ശരീരമല്ല, ഗോതമ്പിന്റെയോ മറ്റു വല്ലതിന്റെയോ വെറും മണിയത്രേ വിതയ്ക്കുന്നത്. ദൈവമോ തന്റെ ഇഷ്ടം പോലെ അതിനൊരു ശരീരവും ഓരോ വിത്തിന് അതിൻ്റെ ശരീരവും കൊടുക്കുന്നു. സകല മാംസം ഒരുപോലെയുള്ള മാംസമല്ല. മനുഷ്യരുടെ മാംസം വേറെ, കന്നുകാലികളുടെ മാംസം വേറെ, പക്ഷികളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസം വേറെ. സ്വർഗീയ ശരീരങ്ങളും ഭൗമ ശരീരങ്ങളുമുണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, ഭൗമ ശരീരങ്ങളുടെ തേജസ് വേറെ. സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ. നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ. മരിച്ചവരുടെ പുനരുത്ഥാനവും തന്നെ ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്വത്തിൽ ഉയർക്കുന്നു. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കുന്നു. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർത്തുന്നു. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീയ ശരീരം ഉയർക്കുന്നു. പ്രാകൃത ശരീരമുണ്ടെങ്കിൽ ആത്മീയ ശരീരമുണ്ട്. എന്നാ മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. എന്നാൽ ആത്മീകമല്ല, പ്രാകൃതമത്രേ ഒന്നാമത്തേത്. ആത്മീകം പിന്നത്തേതിൽ വരുന്നു. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണ് കൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. മണ്ണ് കൊണ്ടുള്ളവനെ പോലെ മണ്ണ് കൊണ്ടുള്ളവരും സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരുമാകും. നാം മണ്ണ് കൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്രവിടുന്നവരെ അറിവില്ലാതിരിക്കരുതേ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും തിരിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു. എങ്കിൽ അങ്ങനെ തന്നെ ദൈവനിദ്ര കൊണ്ടവരെ കൊണ്ട് യേശു ക്രിസ്തു മുഖാന്തരനോടുകൂടെ വരുത്തും. കർത്താവിൻ്റെ വ്യത്യസ്തവരെ ജീവനോട് ശേഷിക്കുന്നതായ നാം നിദ്ര കൊണ്ടൊക്കെ മുമ്പുണ്ടാകില്ല എന്ന് ഞങ്ങൾ കർത്താവിൻ്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവിധം ഗംഭീരനാളത്തോടും കർത്താവിനോടും ദൈവത്തിൻ്റെ കാലത്തോടും ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ നൽകുകയും ചെയ്യുന്നു. പിന്നെ ജീവിക്കുന്ന നാം അവരോട് അവിടെ ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിർപ്പാൽ ഭയങ്ങൾ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് ഇരിക്കും. ഈ വചനം കൊണ്ട് അന്യോന്യം ആസ്വദിക്കുന്നവേ. ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ ചൂടിൻ്റെ കാഠിന്യങ്ങളിൽ അധിക സമയങ്ങൾ നമ്മുടെ കാര്യങ്ങൾ എടുക്കുകയില്ല. വേഗത്തിൽ തന്നെ ശുശ്രൂഷകൾ പണി അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രിയ കർത്താവിൻ്റെ ദാസൻ പ്രിയ മനുവേൽ പാസ്റ്റർ 24 വർഷം ഇവിടെ ജീവിച്ചു. താൻ പ്രിയം വെച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ടു. താൻ കർത്താവിനോടുകൂടെ ആയിരിക്കുകയാണ്. മരിച്ച മനുഷ്യൻ്റെ അവസ്ഥയെക്കുറിച്ച് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. മരണശേഷം ഒരു പുനരുത്ഥാനമുണ്ട്. ഇന്നിവിടെ മണ്ണിൽ ഈ കല്ലറയിൽ നമ്മൾ ചില മിനിറ്റുകൾക്കകം ഈ കർത്തൃദാസൻ്റെ ശരീരം ഇവിടെ അടക്കും. പക്ഷെങ്കിൽ ഈ കർത്താവിൻ്റെ ദാസൻ്റെ ശരീരം ഇവിടെ അടക്കിയാൽ ഈ ശരീരം ഇവിടെ പൂഴിയും കൃമിയും ഒക്കെ ഉൾപ്പെടെയുള്ള മണ്ണിന് ചേർന്നതായി മാറും. പക്ഷെങ്കിൽ ദൈവം മനുഷ്യന് കൊടുത്ത ആത്മാവ് വിശേഷമായി പാപമോചനം പ്രാപിച്ച ഒരു ദൈവവചനം എന്നുള്ള നിലയിൽ ദൈവത്തിൻ്റെ വചനം സൈകനായ പൗലോസ് വ്യക്തമായി പറയുന്ന പോലെ നമുക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ പോയ കർത്താവ് തന്നിൽ വിശ്വസിക്കുന്നവരെ ചേർക്കാൻ ഇനിയും സമയം പിന്നെ വേഗം വരും. അതിൻ്റെ കാല സംഭവങ്ങളാണ് ഇന്ന് നമ്മൾ കാണുന്ന പ്രകൃതിയിൽ നടക്കുന്നത്. അതാര് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ദൈവവചനം സത്യമാകിയാൽ കർത്താവ് വേഗം വരും. കർത്താവ് താൻ ഗംഭീരനാഥപ്പെടുമ്പോൾ മരിച്ചടക്കപ്പെട്ട വിശുദ്ധന്മാര് അവരെവിടെ അടക്കി? ഇന്ന് മനുവൽ പാസ്റ്റർ ഇവിടെ അടക്കം ചെയ്യുമ്പോൾ അടുത്ത നിമിഷം കർത്താവ് വന്നാൽ ആദ്യം നമ്മൾ ഇന്ന് എടുക്കപ്പെടുന്നത് ഹല്ലേലൂയ ബഹുമാന കർത്തൃദാസനായിരിക്കും. അത് ഈ ശരീരം നോടി നേരക്കുള്ളിൽ അത് പൊടിയായാൽ പോലും എന്തായി തീർന്നാൽ പോലും അത് നിമിഷാർത്ഥം കൊണ്ട് രൂപാന്തരപ്പെട്ട ശരീരമായി മാറുമെന്നുള്ളതാണ് ദൈവത്തിന്റെ ശക്തി.
പ്പോൾ അത് ദ്രവിച്ചു പോകും. പക്ഷെങ്കിൽ അത് ചില ദിവസം കഴിയുമ്പോൾ ആ ഗോതമ്പ് മണിയിൽ നിന്ന് നല്ല ഗോതമ്പ് വരുന്നത് പോലെ ഈ മർദ്ദ ശരീരം മണ്ണിൽ ദ്രവിച്ചു പോയാലും ദൈവത്തിന്റെ ആത്മാവ് ഹല്ലേലൂയ കർത്താവ് വിളിക്കുമ്പോൾ ഹല്ലേലൂയ തന്നോടൊപ്പം കടന്നു പോകും. ഇന്ന് പറയുന്നു, ജീവനോടിരിക്കുന്ന നാം വചനപ്രകാരം ജീവിച്ച് കർത്താവിന് വേണ്ടി നിൽക്കുന്നുവെങ്കിൽ നമ്മൾ നിൽക്കുന്ന നമ്മുടെ ശരീരം രൂപാന്തരപ്പെടും. നമുക്കും ഈ ശരീരത്തോട് പോകാൻ പറ്റില്ല. ഇത് സൂര്യതേജസ്സിനേക്കാൾ തേജസ്സുള്ള രൂപാന്തരപ്പെട്ട ശരീരമായി മാറും. കണ്ണിമയ്ക്കുന്നിടയിൽ ഹല്ലേലൂയ ഒരു കഴുകൻ ഇറങ്ങി വന്ന് കോഴിക്കുഞ്ഞിനെ കൊത്തിയെടുത്ത് റാഞ്ചിക്കൊണ്ടു പോകുന്നത് പോലെ അതിലുമൊക്കെ നിമിഷാർത്ഥങ്ങളുള്ളിൽ നാം രൂപാന്തരപ്പെട്ടു പോകും. ആകയാൽ ഈ ലോകം ക്ഷണികമാണ്. ഇവിടെയുള്ള ഇതിൽ ആശ്രയിച്ച് നിൽക്കാതെ ഒരു നല്ല നിത്യജീവന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇപ്പോൾ ഹല്ലേലൂയ അന്ത്യചുംബനം കൊടുക്കാനോ കാണുവാനോ അവസാനമായി കാണുവാനോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനൊരു നിമിഷം ഞങ്ങൾ വേർതിരിക്കുന്നു. നമ്മൾ പറഞ്ഞ സമയത്ത് തന്നെയാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ആരെങ്കിലും വന്നിട്ടുള്ളവർ കാണാനുള്ള അവസരം കൊടുക്കണം. അന്ത്യചുംബനം കൊടുക്കുവാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനുള്ള സമയവും നമ്മൾ വേർതിരിക്കുകയാണ്. സ്ഥലമൊന്നും അന്ത്യമായി കാണാനുള്ള ഇപ്പോൾ കണ്ടുകൊള്ളണം. ഇപ്പോൾ മുഖം മൂടുവാനുള്ള സമയമാണ്. മൂത്ത അവരോടൊപ്പം തന്നെ മുഖം മൂടുന്ന സമയമാണ്. അത് കുഞ്ഞുങ്ങൾ അന്ത്യചുംബനം കൊടുത്തിട്ട് ഒന്നും അന്ത്യചുംബനം കൊടുക്കാനുള്ള ഒരു അന്ത്യചുംബനം കൊടുക്കണം. എന്നിട്ടൊന്ന് മാറി എല്ലാവരും സമാധാനം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവിടുത്തെ ദാസന്മാരായ ഞങ്ങൾ ഇവിടെ സംസ്കരിച്ചു കൊള്ളുന്നു. ഈ മർത്യശരീരം പൂഴിക്കായും മണ്ണുമണ്ണിനായും ഈ ഭൂമിയിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്നു. നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കും. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീനെന്ന് അരുളി ചെയ്യുന്നു. കർത്തുകാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ ശോഭിതത്തിൽ കൂടിയാകാശേ നേരം കാണുമെൻ പേരും ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കായും നിത്യനിന്ദയ്ക്കുമായി ഉണരും. എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിലെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെയും എന്നവന്നേക്കും പ്രകാശിക്കും. നീയോ വാത്സല്യ കർത്തുദാശ, അവസാനം വരുവോളം പോയിക്കൊള്ളുക. നീ വിശ്രമിച്ച് കാലാവസാനത്തിൽ നിന്റെ ഓഹരി വായിപ്പാൻ എഴുന്നേറ്റ് വരും. എന്റെ ദുഃഖിങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി അവനെ കാണും. ഞാൻ തന്നെ അവനെ കാണും. അന്യനല്ല, എന്റെ സ്വന്തം കണ്ടു തന്നെ അവനെ കാണും. കല്ലറയുള്ള എല്ലാവരും കർത്താവിന്റെ ശബ്ദം കേട്ട്
നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് എഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം ഒരുമിച്ച് അവരോട് ആകാശമേഘത്തില് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. പ്രത്യാശയുള്ളത് കരങ്ങളെ ഉയർത്തി സ്തോത്രം പറയുകയും സമാധാനത്തോടെ ഈ ബോഡി കെട്ടി ഹല്ലേലൂയയിലേക്ക് ഉത്തരവാദിത്തപ്പെട്ട സാവധാനത്തോടെ ചെയ്യുന്നു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനിയില്ല. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം കർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവർ അവന്റെ ജനമായിരിക്കും. ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി മരണമുണ്ടാകുകയില്ല, ദുഃഖവും മുറിവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞു പോയി. സിംഹാസനത്തിലിരിക്കുന്നവൻ ഇതാ ഞാൻ സകലതും പുതുതാക്കുന്നു എന്ന് അരുളി ചെയ്തു. എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു എന്നും അവൻ കൽപ്പിച്ചു. പിന്നെയും അവൻ എന്നോട് അരുളി ചെയ്തത് സംഭവിച്ചു തീർന്നു. ഞാൻ അൽഫയും ഒമേഗയും ആദിയും അന്തവുമാകുന്നു. ദാഹിക്കുന്നവന് ഞാൻ ജീവഉറവിൽ നിന്ന് സൗജന്യമായി കൊടുക്കും. ജയിക്കുന്നവന് യഥാവകാശമായി ലഭിക്കും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറക്കപ്പെട്ടവർ, കുലപാതകന്മാർ, ദുഷ്ടന്മാർ, ക്ഷുദ്രക്കാർ, ബിംബരാദികൾ, ഗന്ധവും കത്തുന്ന പൊയ്കയിലത്രേ അത് രണ്ടാമത്തെ മരണം. ഇവിടെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ഇതുപോലെ ബഹുമാന കർത്തദാസന്റെ ദേഹം നമ്മൾ ഇവിടെ സംസ്കരിക്കുവാൻ ഇടവന്നു. കടന്നു വന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുകയും തുടർന്നും പ്രത്യാശയോടായിരിക്കാം. ഇപ്പോൾ കർത്താവിന്റെ ദാസൻ പീറ്റർ സാറ് പ്രാർത്ഥിക്കും. സ്തോത്രം. പ്രാർത്ഥിക്കാം. വയസ്സിലെ ദേവദാസന്റെ ഭൗതിക ശരീരം ദേവദാസന്മാർ വളരെ ആത്മാവിൻ്റെ നിറവിൽ ശുശ്രൂഷ ചെയ്യുവാൻ സഹായിച്ചല്ലോ. ആ ഭവനത്തിൻ്റെ ആശ്വാസത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമേറിയ പകലിൽ ശ്മശാന ഭൂമിയിൽ കർത്താവിന്റെ സന്നിധി ഞങ്ങൾക്കൊരു പ്രാവശ്യം കൂടി ആയിരിക്കാൻ കർത്താവേ, പ്രത്യേക ഞങ്ങളുടെ ശ്രേഷ്ഠദാസം കഴിഞ്ഞ ഏറിയ വർഷങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ച് താവെ മാത്രമല്ല ഞങ്ങളുടെ മഹത്വമുള്ള ശുശ്രൂഷ ഏറിയ നാളുകൾ അനേകയിടങ്ങളിൽ താവെ ഞങ്ങളുടെ നാമത്തിന് വേണ്ടി ശക്തമായി പോരാടുവാൻ താവെ ദാസനെ സഹായിച്ചു. അവിടുത്തെ സാന്നിധ്യത്തിന്റെ മനോട് കൂടെ സഹായിച്ചത് ഓർത്ത് സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസക്കാലം കർത്താവേ, ആ പ്രത്യാശ കുടുംബത്തെ കടന്നു പോകാനായി തീർന്നു. ഇന്നലെ സന്ധ്യ മുതലായ ശുശ്രൂഷകൾ ഭവനത്തിൽ നടക്കുവാനും ഒടുവിലായി ശ്മശാന ഭൂമിയിലെ കർത്താവെ കടന്നു വന്ന് ശുശ്രൂഷ ചെയ്യുവാൻ അങ്ങനെ വിലദാസന്മാരെ അവിടെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്ത് ആത്മാവിന്റെ നിറവോടെ ശുശ്രൂഷ ചെയ്യുവാൻ അവർ നിരയാക്കിയ വലിയ നന്മകൾക്കായി സ്തുതിക്കുന്ന കർത്താവ്, വലിയ നന്മകൾക്കായി സ്തുതിക്കുന്ന കർത്താവ്, താൻ കർത്താവെ ശേഷിപ്പിച്ചതായ ശുശ്രൂഷകൾ പിന്നെയും പ്രിയദാസിയും കുഞ്ഞുങ്ങളുമെല്ലാം ശക്തമായി ചെയ്തെടുക്കാനുള്ള കൃപ നീ അവരുടെ മേൽ ദാനം ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കർത്താവെ, ഞങ്ങൾ പിരിഞ്ഞു പോകുന്നു. പ്രിയാത്ത സാന്ത്വനം ഞങ്ങൾ സൂക്ഷിക്കാൻ പരിപാലിക്ക് ചെയ്യുന്ന നന്മകൾക്കായി സ്തോത്രം. ആശ്ചര്യ ഭവനത്തിൽ ഒരു പ്രാവശ്യം കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആശ്വസിപ്പിക്കുന്ന കരങ്ങൾക്കായി സ്തോത്രം. യേശു കർത്താവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. സർവാശ്വാസങ്ങളുടെയും ഉടയവനായ പിതാവായ ദൈവത്തിന്റെയും പുത്രനായ ക്രിസ്തുയേശുവിന്റെയും പരിശുദ്ധാത്മാവിന്റെയും നിരന്തരമായ കൂട്ടായ്മയും സഹവാസവും വിശേഷമായ ഭൗതിക വേർപാടിൽ ദുഃഖിക്കുന്ന വാത്സല്യ പ്രിയപ്പെട്ടവരോടും ആന്റിയോടും വിശേഷമായ മക്കളോടും മരുമക്കളോടും കുഞ്ഞുങ്ങളോടും ബന്ധുമിത്രാചാർച്ച സകലരോടും ഇന്നു മുതൽ എന്നേക്കും നമ്മുടെ കർത്താവിന്റെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമുക്ക് മരണത്തിൽ നിന്ന് ജയം നൽകിയ നമ്മുടെ കർത്താവിന് കരങ്ങളെ ഉയർത്തി സ്തോത്രം ചെയ്യാം. സ്വർഗമാം വീട്ടിൽ ചെല്ല